നമസ്കാരം. ഇന്ന് ഓണവിശേഷങ്ങളും ജീവിതാനുഭവങ്ങളും പിന്നിട്ട വഴികളെയൊക്കെ കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് മറുനാട്ടിൽ നിന്നും കേരളത്തിലെത്തി മലയാളക്കരയെ സ്വന്തം നാടുപോലെ സ്നേഹിക്കുന്ന, മലയാള ഭാഷയെ നെഞ്ചോട് ചേർത്ത, മലയാള സിനിമകളെയും പാട്ടുകളെയും താലോലിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരനായ സിംഗം മല്ലു സിംഗ്, ശ്രീ ഋഷിരാജ് സിംഗ് IPS. നമസ്കാരം സർ. സർ, എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു IPSകാരൻ, ഒരു മറുനാടുകാരൻ ശ്രീ ഋഷിരാജ് സിംഗ് IPS തന്നെയാണ്. 86 മുതൽ കേരളത്തിലുണ്ടോ? എങ്ങനെയാണ് ഈ മലയാളികളുടെ സ്നേഹം പിടിച്ചു വാങ്ങിയത്? ഞാൻ 1985 ബാച്ചിൻ്റെ ഒരു IPS ഓഫീസറാണ്. ഞങ്ങളൊക്കെ മാഡം പറഞ്ഞ പോലെ 86 ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ 14, എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, ഒക്ടോബർ 14, 1986 ഇവിടെ എത്തിയത്. ഇതിനു മുമ്പേ എന്തോ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് കേരളത്തിന് നേരത്തെ വരാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാ കാഴ്ചകൾ ഒരു പുതിയ ഒരു കാര്യം എനിക്ക് ആയിരുന്നു. എനിക്ക് ഇനി ഓർമ്മയുണ്ട്, ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിൽ ചെന്നൈയിൽ നിന്നാണ് ഞാൻ തിരുവനന്തപുരത്തിലേക്കും ഞാൻ വന്നത്. രാവിലെ 7 മണിക്ക് എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ, അപ്പോൾ അന്ന് കേരള എക്സ്പ്രസ് പാലക്കാടിൽ കയറി അപ്പോൾ വരുമ്പോൾ ഒരു കാണാത്ത ഒരു സംഭവങ്ങൾ എല്ലാം ഒരു ഇടയ്ക്ക് നമ്മൾ പുഴകൾ വരുന്നു. ഒരു എവിടെ നോക്കിയാലും ആളുകൾ എപ്പോഴും ഒരു നിരന്തരമായിട്ട് ആളുകളോട് താമസിക്കാറുള്ള വീടുകൾ. ഇവിടെ ഒരു കേരളം മാത്രമേ ഉള്ളൂ, ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല, ചിലപ്പോൾ പല ലോകത്തിലും ഇവിടെ നാട്ടിൻ്റെ പ്രദേശവും ഒരു ടൗൺഷിപ്പ്, അങ്ങനെ ഒരു രണ്ടായിട്ട് താമസിക്കുന്ന ജനങ്ങൾ അവിടെ ഇല്ല. അത് ഒരു മൊത്തം ഒരു ടൗണായിട്ട് നമുക്ക് പറയാൻ കഴിയും. പാലക്കാട് മുതൽ പാറശാല വരെ, പുറത്തെ പോവുകയാണെങ്കിൽ മഞ്ചേശ്വരം മുതൽ അമരവിള വരെ. ഇതൊക്കെ ഒരു പുതിയ സാഹചര്യങ്ങളായിരുന്നു. ഇവിടെ വന്നു, ആദ്യമായിട്ട് കോവളത്തിൽ പോയി കടൽ കണ്ടു. ഇതിനു മുമ്പ് കടലും കാണാനുള്ള നമുക്ക് അവസരമുണ്ടായിട്ടില്ല. അപ്പോൾ പ്രകൃതി സൗന്ദര്യം എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു അത്ഭുതം തന്നെ. അത് ഇനിയും കേരളം നിലനിർത്തുന്നു. അത് കണ്ടാൽ ഒരു സന്തോഷം. അടക്ക മാലിന്യത്തിൻ്റെയും ഈ വേസ്റ്റേജിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ കുറേ മോശമായ കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ കാണാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ 5-10 വർഷമായിട്ടാണ്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മ അച്ഛനും പിന്നെ നാട്ടുകാരൊക്കെ അവിടെ രാജസ്ഥാനിൽ ചോദിക്കുകയായിരുന്നു, എന്തൊക്കെയാണ് ഏറ്റവും നല്ല 3-4 കാര്യങ്ങൾ നിങ്ങൾക്ക് കേരളത്തിൽ പറയാനുണ്ടെങ്കിൽ. അപ്പോൾ ഈ നമ്മുടെ പ്രകൃതി സൗന്ദര്യവും പിന്നെ നമ്മുടെ ശുചിൻ്റെ കാര്യം ഞാൻ അന്ന് പറയുകയായിരുന്നു. ക്ലീൻലിനെസ് അത് എത്രത്തോളം ഇപ്പോൾ നമ്മൾ പറയാൻ പറ്റുമോ എന്ന് ഒരു ചെറിയൊരു സംശയമുണ്ട്. പക്ഷേ അന്ന് ഈ കോവളം ബീച്ചൊക്കെ കണ്ടാൽ അന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ് ഏഷ്യയുടെ ഏറ്റവും ക്ലീനസ്റ്റ് ബീച്ചൊക്കെ ആയിരുന്നു എന്ന്. അങ്ങനെ ഒരു കാലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ എണ്ണം കൂടുന്നു, പിന്നെ നമ്മുടെ മറ്റു പ്രശ്നങ്ങൾ കൂടുന്നു, മാലിന്യം ഡിസ്പോസൽ ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളായതുകൊണ്ട് അത്രയും ശുചി ഇല്ലെങ്കിലും പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ശുചി ഇനിയും ക്ലീൻലിനെസ് കേരളത്തിൽ ഉണ്ടെന്ന് ഒരു സംശയം വേണ്ട. പിന്നെ ഓണത്തിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ഒരാഴ്ച വരെ ഒരു ഏത് രീതിയിൽ നോക്കിയാലും ഒരു നീണ്ടു കൊണ്ടുപോകുന്ന ഒരു ഉത്സവം കാലം ഇവിടെ മാത്രമേ ഓണം സമയത്തിൽ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. SP ആയിട്ട് പോലീസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 10 ദിവസത്തിൻ്റെ പരിപാടി ആയിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ. ഇവിടെ DCP ആയ സമയത്തിൽ അന്ന് ഈ നമ്മുടെ കനൈക്കൊന്നു പാലേസിനോ ഒക്കെ അവിടെ ഒരാഴ്ച വരെ ഞാൻ അവിടെ എപ്പോഴും വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെ ഞാൻ അവിടെ പോയി ഇരിക്കും. ആയിരക്കണക്കിന് സ്റ്റോൾസ് ഉണ്ടാവും, നാട്ടുകാരെല്ലാം വരും. ലൈറ്റിംഗ് അന്ന് തുടങ്ങിയത് 92-93 കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ തിരുവനന്തപുരത്തിന് മാത്രമല്ല, കോഴിക്കോട് കമ്മീഷണറായിട്ട് അവിടെയും കണ്ടു, എറണാകുളം കമ്മീഷണറായിട്ട് അവിടെയും കണ്ടു, കോട്ടയം, കണ്ണൂർ എല്ലാ സ്ഥലത്തിലും. വേറെ ഒരു പ്രത്യേകത ഞാൻ കണ്ടു, മലബാറിൽ വിഷുവിൻ്റെ ഇതുപോലെ പ്രാധാന്യം അവിടെ ഉണ്ട്.
പടക്കങ്ങളൊക്കെ തെക്കോട്ട് എനിക്ക് തോന്നുന്നു സൗത്തിലേക്ക് വരുമ്പോൾ വിഷുവിന്റെ ആഘോഷം ഇവിടെ കുറവാണ്. അവിടെ ഞാനത് നോക്കുമ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് ജോലി തുടങ്ങിയ ശേഷമാണ് പിന്നെ മലബാറിലേക്ക് പോയത്. അപ്പോൾ വിഷുവിൻ്റെ കാര്യം നോക്കുമ്പോൾ ആളുകൾ പറഞ്ഞു തന്നെയാണ് വിഷുവിൻ്റെ പ്രാധാന്യം ഓണം പോലെ മലബാറിലും ഉണ്ടല്ലോ. ഓണം ആളുകൾ ആഘോഷിക്കുന്നത് അതിന് പല കാരണങ്ങൾ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ഒന്നാമത്തെ, കൂടുതൽ മലയാളികൾ പുറത്താണ് താമസിക്കുന്നത്. ഇപ്പം പുതിയ കണക്ക് നോക്കുകയാണെങ്കിൽ 6000 മലയാളികൾ ദിവസേന കേരളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം 3 ലക്ഷം 4 ലക്ഷം മലയാളികൾ ഒരു വർഷത്തിൽ പുറത്ത് പോയി താമസിക്കുന്നു. അതൊരു പല ആവശ്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഗൾഫാണെങ്കിൽ 7 ഗൾഫ് രാജ്യങ്ങളിൽ 75 ലക്ഷം മലയാളികൾ അവിടെ ഉണ്ടെന്ന് ഒരു കണക്ക് പറയുന്നു. അമേരിക്കയിലും ഉണ്ട് ഒരു 10 ലക്ഷമൊക്കെ. ഏകദേശം 1 കോടി ജനങ്ങൾ മലയാളികൾ ഇന്ത്യയുടെ അന്യ സംസ്ഥാനങ്ങളോ ഇല്ലെങ്കിൽ ഗൾഫിലോ ഇല്ലെങ്കിൽ പുറത്ത് യൂറോപ്പിലോ ഒക്കെ അമേരിക്കയിലോ ഒക്കെ താമസിക്കുന്നു. അവർക്ക് തിരിച്ചു വന്ന് ഇവിടെ നിന്ന് പോയ സ്ഥലം അവരുടെ അമ്മ അച്ഛൻ്റെ കൂടെ അവരുടെ വേറെ ബന്ധുക്കളുടെ കൂടെ വന്ന് ഇവിടെ വരാനുള്ള ഒരു കാരണം കൂടിയാണ് ഓണം സമയത്തിലാണ് നമ്മൾ നോക്കുന്നത് ആളുകളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരിക, ഇവിടുത്തെ ബന്ധുക്കളും പാരൻസും ഇത് കൂടെ ഓണം സദ്യ ഒരുമിച്ച് കഴിക്കുക. ഇതിൻ്റെ പേരിലാണ് കൂടുതൽ ആളുകൾ ലീവൊക്കെ എടുത്തിട്ട് അവർ വന്ന് ഇവിടെ ഇതൊരു ആഘോഷിക്കാനുള്ള ഓണം. രാജസ്ഥാനിൽ ഇതുപോലെ ഉണ്ടോ? ഇതുപോലെ പോയവരൊക്കെ തിരിച്ചെത്തുന്ന രാജസ്ഥാനിലെ അവർ 4 മുഖ്യ ഉത്സവങ്ങളുണ്ട്. ഒരു ദീപാവലിയുണ്ട്, ഒരു ഹോളിയുണ്ട്, ദശേരയുണ്ട്. അങ്ങനെ പറഞ്ഞാണെങ്കിൽ പക്ഷേ ഈ രീതിയിലുള്ള നാട്ടുകാർ പുറത്തൊന്നുമല്ല. അവിടെ മൈഗ്രേഷൻ എസ്റ്റേറ്റിൽ പറയുന്നത് ഇങ്ങോട്ട് വരുന്നുള്ള മൈഗ്രൻസും ഇവിടെ നിന്ന് കേരളീയർ പുറത്തു പോകുന്ന ഏറ്റവും വലിയ സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ ഒരു 3 കോടിൻ്റെ ചെറിയ കുറച്ചാളില്ലല്ലോ. അപ്പോൾ ആകെ 38,000 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ കേരളം. അപ്പോൾ അതിനകത്ത് പുറത്തു പോകാനുള്ള ആളുകളും ഇങ്ങോട്ട് വരാനുള്ള മൈഗ്രേഷനും 3 ലക്ഷം ഏകദേശം മൈഗ്രൻസ് എല്ലാ വർഷം കേരളത്തിൽ വരിക. ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ഒരു കണക്ക് നോക്കിയാൽ 55 ലക്ഷം മൈഗ്രൻസ് ഇവിടെ ഉണ്ട്. ആൻഡ് എവറി ഇയർ ദേ ആർ ഇൻക്രീസ്ഡ് ബൈ 3 more lakhs. അത് ഇവിടുത്തെ ആവശ്യങ്ങളും കൊണ്ടുണ്ട്. നാട്ടുകാരുടെ കയ്യിൽ ഇതൊരു സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള കൂലി കൊടുക്കാൻ പൈസ ഉണ്ട്. പിന്നെ ഇവിടെ പല ബിസിനസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അവിടെ ജോലി ചെയ്യാൻ ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കൂടുതലായതുകൊണ്ട് പിന്നെ അവർ തന്നെ പറയുന്നു അന്യ സംസ്ഥാനങ്ങളെക്കാൾ 800 രൂപ 700 രൂപ 900 രൂപ ആകെ കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. പത്രത്തിൽ ദിവസം നമുക്ക് വായിക്കാം. UP-യിൽ ഒരു ദിവസം പിന്നെ ഒരു ഉത്തർപ്രദേശിൽ ജോലി ചെയ്യാനെങ്കിൽ 400 രൂപയെ കിട്ടുള്ളൂ. ഇവിടെ ഒരു 700-800 റുപ്പീസൊക്കെ അതൊക്കെ 1000 വരെ കിട്ടുന്നുണ്ട്. ഇവിടെ ഏതൊരു തൊഴിലാളിയുമായി നമുക്ക് സംസാരിക്കാം. ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ ഒഡീസ നിന്നാണ്. രാവിലെ ഒരു ഷിഫ്റ്റ് ഞാൻ ചെയ്യുന്നു, 8 മണി മുതൽ 2 മണി വരെ നമ്മുടെ മേസൺ വർക്ക്. അപ്പോൾ പുള്ളി കോൺട്രാക്ടറിനോട് ചോദിച്ചു, ഞാൻ 2ാമത്തെ ഷിഫ്റ്റും ഞാൻ ചെയ്യട്ടെ, എനിക്ക് വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ചെയ്യാൻ. അപ്പോൾ ഞാൻ 2 ഷിഫ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് 25ഓളം ആളുകൾ ഒരു മുറിയിൽ താമസിക്കുന്നു. ഓരോ ദിവസം ഒരാൾ മാത്രം ഒരു ദിവസം ലീവ് എടുക്കുന്നു. അപ്പം ഞങ്ങൾക്ക് താമസിക്കാനും വലിയ ചിലവൊന്നുമില്ല. ഏകദേശം സാർ ഞാൻ ഒരു മാസത്തിൽ സമ്പാദിക്കുന്നത് 40,000 50,000 രൂപ ആണെന്ന് നിങ്ങൾ ഏത് മേസൻ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾ നിങ്ങൾ ചോദിക്കാം. വീട്ടിൽ ഞാനിവിടെ എൻ്റെ ചിലവിന് വേണ്ടി ഒരു 5,000 ഒരു 10,000 വെക്കുകയുള്ളൂ. ബാക്കിയെല്ലാം പൈസ വീട്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ അപ്പോൾ ഓണത്തിൽ നമ്മളോട് പറഞ്ഞാണെങ്കിൽ ഒരു ഏറ്റവും വലിയ മൈഗ്രൻ്റ് സ്റ്റേറ്റ് ആവുമ്പോൾ ആളുകൾക്ക് തിരിച്ചു വരാനുള്ള ഒരു കാരണവും ഓണം മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. പിന്നെ കേരളത്തിൻ്റെ ഇക്കോണമി ഈ സമയത്തിലാണ് ബലം പിടിക്കുന്നത്. ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നു, ആളുകൾ കൂടുതൽ പൈസ ചിലവാക്കുന്നു, പുറത്ത് ആഹാരം കഴിക്കുന്നു. സിനിമ മിക്കവാറും ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ സിനിമ റിലീസും ഉണ്ടാകുന്നത് ഓണം സമയത്തിലാണ്. അപ്പോൾ അല്ലാതെ സമയത്തിൽ വേറെ സമയത്തിൽ ഇല്ലാത്ത കുറേ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്ക് ഈ
ഏകദേശം ഈ 2 ആഴ്ചയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഓണം കേരളത്തിനു വേണ്ടി, സംസ്ഥാനത്തിനു വേണ്ടി ഒരുപാട് സമൃദ്ധി, പ്രോസ്പെരിറ്റിയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറയാം. ഈ ഓണത്തിന് സദ്യ കഴിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ പോലീസിൽ എപ്പോഴും 37 വർഷം ആംഡ് പോലീസ് ക്യാമ്പിൽ ഇല്ലെങ്കിൽ പോലീസുകാരൊക്കെ ഏർപ്പാട് ചെയ്യും. ഞങ്ങളും ഭാര്യയും കുട്ടികളൊക്കെ ഞങ്ങൾ പോയി. എൻ്റെ ഭാര്യയൊക്കെ കുട്ടികൾ സദ്യ ഇനിയും ഇഷ്ടമാണ്. വിഭവം ഏതാണ്? എന്നോട് സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ആളല്ല, എൻ്റെ ഭാര്യയും കുട്ടികളാണ്. അവർക്ക് അത് വലിയ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോറും സാമ്പാറും പരിപ്പൊക്കെയാണ് വന്നത്. അവരൊക്കെ ആണെങ്കിൽ ഭാര്യ പല പേരുകൾ, എവിടെ ഒരു നമ്മൾ 17 ഐറ്റമൊക്കെ നമ്മൾ സാധാരണ നമ്മൾ എണ്ണ എടുക്കാം, അതിനേക്കാൾ കൂടുതലുണ്ട്. പായസം ഇഷ്ടമല്ലേ? പായസം വരുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് മാഡം അറിയാമായിരിക്കും, അന്ന് ഒരു പായസമേ ഉണ്ടായിരുന്നുള്ളൂ 38 വർഷം. ഇപ്പോൾ സദ്യയുടെ ലെവൽ കൂടുമ്പോൾ പായസമിൻ്റെ നമ്മുടെ എണ്ണം കൂടുന്നു. 3 വരെയൊക്കെ എത്തി. ഇപ്പോൾ ചിലപ്പോൾ കൂടുതലാണെന്നാണ് പറയുന്നത്. പാൽ പായസമാണ് എനിക്ക് ഇഷ്ടം. പാലട അത് പറയും, പാലട പായസം. ഇതുപോലെയുള്ള ഒരു പായസം നമ്മുടെ ഖീരായിട്ട് ഒത്തിരി ഇന്ത്യയിലും ഉണ്ട്. ഖീർ ഈസ് ദ സെയിം തിങ്, ഇറ്റ്സ് സിനോണിമസ് ഫോർ പാൽ പായസം. പിന്നെ ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയപ്പോൾ ആദ്യമായി കൈകാര്യം ചെയ്തൊരു കേസ്, അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടോ? ഉണ്ട്. കഴക്കൂട്ടത്തിൽ ഒരു 15 ദിവസം സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഒരു ട്രെയിനിങ് ചെയ്യുമ്പോൾ, അതായത് ഒരു ലോക്കൽ SP, അന്ന് ശ്രീ കുഞ്ഞിമൊയ്തീൻ കുട്ടി സർ ഇത് SP ആയിരുന്നു, ട്രിവാൻഡ്രം റൂറലിൽ 15 ദിവസം സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഒരു അറ്റാച്ച്മെൻറ്റ്. അവിടെ ഇരിക്കുമ്പോൾ SI എന്തോ 2 കൂട്ടരെ പിടിച്ച് കൊണ്ടുവന്നു. ഭയങ്കര ബഹളം. നമ്മൾ അന്ന് വന്നേ ഉള്ളൂ, ഭാഷ നമുക്കറിയില്ല. 2 സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരക്കിങ്ങുന്നു, ആരോപണം പറയുന്നു. ഞാൻ വന്ന് എന്താ പ്രോബ്ലം എന്താണ്? ആ പ്രോബ്ലം കേൾക്കുമ്പോൾ എനിക്ക് അത് ഭയങ്കര അതിശയമായി പോയി. ഒന്നുമില്ല സാർ, 2 കടപ്രദേശമുള്ള സ്ത്രീകളാണ്. ഒരു സ്ത്രീ മറ്റേ സ്ത്രീയുടെ മേളിൽ ആരോപിക്കുന്നു. 25 രൂപ മറ്റേ സ്ത്രീ മോഷ്ടിച്ചു എന്ന് 25 റുപ്പീസ്. അത് ഇത്ര വലിയ ഈ ബഹളത്തിൻ്റെ ഒരു കാരണമാണോ? ഇല്ല സാർ, ഈ സ്ത്രീ പറയുന്നത് ഈ 25 രൂപ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കാനുള്ള പൈസ ആണെന്ന് അവർ കൊണ്ടുപോയത്. അപ്പോൾ കുട്ടികളെ പഠനത്തിന് ഒരു നിർബന്ധമായിട്ട് അയക്കുക, അതിൻ്റെ ഒരു ഫീസിൻ്റെ ഇത്ര വലിയൊരു സംഭവം, വെറും 25,000 രൂപയുടെ അവിടെ ഒരു വഴക്ക്, 25 രൂപ 25 റുപ്പീസിന് വേണ്ടി അവിടെ എത്ര വലിയ ബഹളമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ വന്ന ഈ സംസ്ഥാനത്തിൽ ഒരു പഠനത്തിൻ്റെ ഒരു വില എന്താണെന്ന് പറഞ്ഞിട്ട് അത് ഒരിക്കലും ഉത്തരേന്ത്യയിലൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. അത്ര വലിയ ഭാഷ ആർക്കും 25 രൂപ ഈ കാരണത്തിന് വേണ്ടി ഫീസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ അവർ മറ്റും കൊണ്ടുപോയി. ഇത് വലിയൊരു കുഴപ്പം എപ്പോഴും ഉണ്ടാവില്ല അവിടെ. ഇവിടെ അതുവരെ മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീ ഋഷായ് സിംഗ് IPS എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് താങ്കളുടെ ഒരു കറേജ്, സത്യസന്ധത, വാല്യൂസിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ്. എങ്ങനെയാണ് ഇതൊക്കെ തന്നെ ആയിരിക്കുമോ താങ്കളെ ഒരു യുണീക്നെസ് താങ്കളുടെ എന്ന് പറയുന്നത്? എല്ലാ ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് നമ്മുടെ ഈ 1 വർഷത്തിൻ്റെ പഠനം അവിടെ നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിൽ ഉണ്ടാവുക. ഇവിടെ വന്ന ശേഷവും സ്റ്റേറ്റ് ഇപ്പോൾ തൃശ്ശൂരാണ്, അന്ന് പോലീസ് ട്രെയിനിങ് കോളേജിൽ തരും ചെയ്യുക. വി ആർ സപ്പോസ് ടു ബി ലൈക്ക് ദാറ്റ്. പക്ഷേ അപ്പോൾ നമ്മുടെ ഈ സർവീസിൽ നിന്ന് ചെയ്യുന്നത് നമ്മൾ ഒരു ശമ്പളം ഉറപ്പാണെന്ന്. അപ്പോൾ അത് മാത്രം വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാം, ഒന്നും ചെയ്യേണ്ട, ശമ്പളം ഏതായാലും കറക്റ്റായിട്ട് കിട്ടിയിരിക്കും, അങ്ങനെ ഒരു ആലോചന വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ എന്തോ ജോലി കിട്ടിയാൽ അത് നമ്മളൊരു കഴിവനുസരിച്ച് നേരത്തെ ഇരിക്കുന്ന ആളേക്കാൾ നന്നായിട്ട് ഇത് ചെയ്താൽ അങ്ങനെ ഒരു വാശിയും നമുക്ക് വേണമെങ്കിലും ജോലി ചെയ്യാം. ശമ്പളം ഒന്ന് തന്നെ, അതും ഒന്നും ചെയ്യാതെ ഇരുന്നാലും അത് തന്നെ ഇത് കുറേ കൂടുതൽ മിനക്കേടിയാൽ നമ്മൾ മിനക്കെടുത്തിട്ട് ജോലി ചെയ്താലും
ആ രീതിയിൽ. അപ്പോൾ നമ്മൾ എവിടെ പോയാലും വി ഷുഡ് ഡു ഇറ്റ് ഇന് നമ്മൾ അതുകൊണ്ട് നമ്മൾക്കൊണ്ട് പ്രയോജനം ഉണ്ടാവണം നാട്ടുകാർക്കും സർക്കാരിനും. ദാറ്റ് ഈസ് ദ വേ വി ഡിഡ് എവർ ജോബ്. ഈ IPSലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു, ആ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണോ? അതൊരു ഇൻസ്പിറേഷൻ കൂടി ഉണ്ടെന്ന് അത് സബ്-കോൺഷ്യസ്നെസ്സിൽ എപ്പോഴും അച്ഛനെയും ഞങ്ങൾ കുടുംബത്തിൽ 5-6 ആൾ പോലീസിലാണ്, എല്ലാവരും രാജസ്ഥാൻ പോലീസിലാണ് ആയിരുന്നു. അത് എൻ്റെ മാറ്റർനൽ ഗ്രാൻഡ് ഫാദർ, എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ സഹോദരൻ, എൻ്റെ വേറെ ഒരു കസൻ, ഫാദർ എല്ലാം പോലീസിലായിരുമ്പോൾ അവരെ യൂണിഫോമിൽ എപ്പോഴും നമ്മളെ കാണുന്നു. അതിന് ഒരു ഇഷ്ടം നമ്മൾ യൂണിഫോമിനോടുണ്ട്, നമ്മുടെ മനസ്സിലുമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു യഥാർത്ഥമായ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ BA ചെയ്തു, MAയും പാസ്സായി. അപ്പോൾ ഇനിയും നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടേ? വി ഷുഡ് ബി ഓണോ എത്രത്തോളം നമുക്ക് അമ്മ അച്ഛൻ്റെ കീഴിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത് നോക്കിയിട്ട് ഒരു പരീക്ഷ നമ്മൾ എഴുതിയതാണ്. ഈ പരീക്ഷയിൽ എനിക്ക് വിശ്വാസമുണ്ട്. UPSCയിലോ നമ്മൾ കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് വളരെ സ്വതന്ത്രമായ ഒരു ഇമ്പാർഷ്യൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് ആ വിശ്വാസം നോക്കിയിട്ടാണ് ഈ പരീക്ഷ എഴുതിയത്. നമുക്കൊരു സെലക്ഷൻ കിട്ടി, അതൊരു ഭാഗ്യമായിട്ട് പറയാം. എപ്പോഴും വൈബ്രൻ്റ് ആയിട്ടാണ് ഋഷിരാജ് സിംഗിനെ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ എപ്പോഴും കാണുന്നത്. ഈ ചൈൽഡ്ഹുഡ് മുതൽ അങ്ങനെ ഒരു വളരെ സ്മാർട്ട്നെസ് ഉള്ള ഒരാളായിട്ടാണോ? അല്ല, ചൈൽഡ്ഹുഡ് വാസ് വെരി എന്താ പറയുക, ഇറ്റ് വാസ് വെരി സാഡ്. ഈ ഒരു സംസാരത്തിൽ എനിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ താങ്കളോട് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാം പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല. ജന്മം കൊണ്ട് എനിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് സ്കൂൾ കോളേജിലൊക്കെ ഒത്തിരി ആളുകൾ നമ്മളെ കളിയാക്കി, എന്നെ അപമാനിച്ചു. എന്നെ ഈ റാഗിങ് ഒക്കെ പറയുന്നതിന് വെറുതെയാണ് പറയുന്നത്. ഈ ആളുകളൊക്കെ റാഗിങ് ആക്ട് ഉണ്ടാക്കിയെന്ന് ഈ വെരിബഡി തിങ് ഇപ്പോഴത്തെ റാഗിങ് ആക്ട് ഉണ്ടാക്കിക്കൊണ്ട് റാഗിങ് തീരുന്നു എന്ന് അങ്ങനെ ആരും വിചാരിക്കുകയാണെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ. ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവില്ലല്ലോ. എല്ലാ കുട്ടികളും മറ്റു കുട്ടികളെ ശല്യപ്പെടുത്തുന്നുണ്ട്. അന്നും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ട്. ഈ 2700 സ്കൂളിൽ എക്സൈസ് കമ്മീഷണറിന് ശേഷം ഞാൻ സ്കൂളിൽ പോയിരുന്നു, ഇനിയും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ എന്നോട് പറയും, ടീച്ചർ ഞങ്ങൾക്ക് ഒരു പകുതി ഞങ്ങൾക്ക് സ്ട്രെസ്സിൻ്റെ കാരണം മറ്റു കുട്ടികളെ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു. ടീച്ചറിനോട് എത്ര പ്രാവശ്യം പറയണം? 1-2 പ്രാവശ്യം ടീച്ചറിനോട് പറയാം. അമ്മ അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, അമ്മ എനിക്ക് സംസാരത്തിൽ എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കുന്നുണ്ട്. അമ്മ ചിരിച്ചിട്ട് അത് തള്ളി കളഞ്ഞു. എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്തോ ഒരു പൊന്നാറം മോനല്ലേ, അത് നിങ്ങളത് കാര്യമാക്കേണ്ട. പിന്നെ അമ്മനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണല്ലോ നേരവും. അപ്പോൾ പിന്നെ നമ്മളെ സഹിക്കുക, പിന്നെ പഠിക്കുക. ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല, ചോദ്യം ചോദിക്കുമ്പോൾ അവർ ചിരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എഴുതി ചോദ്യം ചോദിക്കുക, ഇത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും. അത് കോളേജിൽ പോയ ശേഷം ഇത് ഓപ്പറേഷൻ വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനാണ്. ബേസിക്കലി ഇറ്റ്സ് എ പ്ലാസ്റ്റിക് സർജറി. ശരീരത്തിൻ്റെ എവിടെ നിന്ന് സ്കിൻ എടുത്തിട്ട് വായ മുഴുവൻ തുറന്ന് ആ സ്കിൻ അവിടെ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാജസ്ഥാനിൽ എൻ്റെ അച്ഛൻ ശ്രമിച്ചിട്ടും അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ പിന്നെ പഞ്ചാബിൽ ചണ്ഡീഗഡിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം കുറേ പ്രാക്ടീസ് ചെയ്ത ശേഷം സംസാരിക്കാൻ നമ്മൾ ഇടയായത്. അപ്പോൾ ഇത് ഈ വൈബ്രൻസിയൊക്കെ എല്ലാം സർവീസ് കിട്ടിയ ശേഷമേ ഉള്ളൂ, നേരത്തെ ഇല്ല, അങ്ങനെ പറയാൻ കഴിയുള്ളൂ.